ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്ന വളരെ സ്പെഷ്യലും വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. വളരെ ടേസ്റ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ നന്നായി പഴുത്ത പൈനാപ്പിള് ചെറിയ പീസുകളാക്കി ആ മിക്സിയുടെ ജാറിലോട്ട് ചേർത്തു. പിന്നീട് ചെറിയൊരു ചെറുപഴം ആ മിക്സിയുടെ ജാറിലോട്ട് ചെറുതായി കട്ട് ചെയ്തത് ചേർത്തു. നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് 1 സ്പൂൺ പഞ്ചസാര മാത്രം ആഡ് ചെയ്യുക. പിന്നീട് ഒരു മാങ്കോ ചെറുതായി കട്ട് ചെയ്തിട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് ചേർത്തു. പിന്നീട് നല്ല തണുത്ത വാട്ടർ ആ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പൈനാപ്പിൾ, മാംഗോ, ചെറുപഴം, പഞ്ചസാര, വാട്ടർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ് ഇത്. പിന്നീട് ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റുക. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കാനായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷമുള്ളതാണ്. പിന്നീട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാനായിട്ട് ഡേറ്റ്സിൻ്റെ സിറപ്പ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. ഡേറ്റ്സിൻ്റെ സിറപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിലും മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതുള്ളൂ, അധികം ഡെക്കറേഷൻ ഒന്നുമില്ല, ചെറിയ തോതിലൊരു ചെറിയ ഡെക്കറേഷൻ. നിങ്ങൾക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ജ്യൂസ് ആ ഡെക്കറേറ്റ് ചെയ്ത ഗ്ലാസ്സിലോട്ട് ചേർക്കുക. നല്ല ഭംഗിയുണ്ട്. പിന്നീട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ചെറുപഴം ആ ജ്യൂസിൻ്റെ മേളിലോട്ട് ഒന്ന് ആഡ് ചെയ്യുക. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഞാൻ ആ ഗ്ലാസ്സിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നീട് ഡേറ്റ്സിൻ്റെ സിറപ്പ് സെൻറ്ററിൽ ജസ്റ്റ് ഒരു ഡോട്ട് പോലെ ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. വീട്ടിലുള്ള ചെറിയ ഫ്രൂട്ട്സുകളൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ നോമ്പുകാലത്ത് തീർച്ചയായും ഈ ജ്യൂസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.